Good morning, sir. Yes, good morning. Good morning, sir. Yes, Sir. good morning, Tisha. Good morning, sir. Yes, good morning. Good morning, sir. Good morning, Okay. sir. Good morning. Okay, Srijit. Good morning. Good morning, sir. Yes, good morning. Yes, who is doing prayer? ആരാണ് prayer? ഇല്ല. ശ്രുതിയായിരുന്നു, സർ. ആ, ശ്രുതിനെ കാണുന്നില്ലല്ലോ. Then നമുക്ക് thought of the day and signing on. Sir, prayer ചൊല്ലാം. Okay. ഹൃദയരാഗതം മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു, സർ. ഓക്കെ, ഞാൻ പെട്ടെന്ന് അമര സിനിമയിലോട്ട് പോയി. ഓക്കെ, യെസ്. Then ഞാൻ ക്ലാസ്സിലോട്ട് കിടക്കട്ടെ. ട്രെയിനിങ് ഉണ്ട്. ആരാണ്? ആശ്രിത. യെസ്, കണ്ടിന്യൂ. ഒരു കാർട്ടൂൺ സോങ് ആണ്. ഉറുമ്പിൻകോട്ടിൽ ചെന്നുപെട്ട ഒരു കുരങ്ങന്റെ കുറിച്ചാണ് ഈ പാട്ട്. ചോണനുറുമ്പ്. മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. വയറോളം കേറിയല്ലോ ചോണനുറുമ്പ്, വയറോളം കേറിയല്ലോ ചോണനുറുമ്പ്, തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. നെഞ്ചോളം കേറിയല്ലോ ചോണനുറുമ്പ്, നെഞ്ചോളം കേറിയല്ലോ ചോണനുറുമ്പ്, തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. കഴുത്തോളം കേറിയല്ലോ ചോണനുറുമ്പ്, കഴുത്തോളം കേറിയല്ലോ ചോണനുറുമ്പ്, തൂത്തിട്ടും പോകുന്നില്ല,
തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. തലയോളം കേറിയല്ലോ ചോണനുറുമ്പേ, തലയോളം കേറിയല്ലോ ചോണനുറുമ്പേ, തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. താങ്ക് യു സർ. ഓ യെസ്, ഓക്കെ. നല്ല പാട്ടാണ്. ഞാൻ ഇതുവരെ കേൾക്കാത്ത പാട്ടാണ്. ഇത് ബേസിലെ കുട്ടികളെ കൂടെ പാടിപ്പിക്കുമ്പോഴേ തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല എന്നുള്ളത് മാത്രം കുട്ടികൾ പാടുകയും ബാക്കി ഒരാൾ പാടുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ തന്നെയാ സാർ ഇത്. പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുമ്പോ അങ്ങനെ തന്നെയാ. ഈ മെയിൻ ലൈൻസ് ഒരാൾ പാടും, ബാക്കി കോറസ് പോലെ പാടുന്നതാണത്. അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട പ്രത്യേകത, MD രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സിനിമാ പാട്ട് എഴുത്തുകാരനാണ്. അദ്ദേഹം തൃശ്ശൂര് ആകാശവാണിയിൽ മുമ്പ് ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് പുള്ളിനെ വിളിച്ചത്. അപ്പോ ആ സിനിമ എനിക്ക് തോന്നുന്ന ശാലിനിയുടെ കൂട്ടുകാരി സിനിമയാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ആ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വേണ്ടി വിളിച്ചത്. അപ്പോ അങ്ങനെ പുള്ളി ഇവിടെ നിന്ന് ലീവ് എടുത്തിട്ട് സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പോവുകയാണ്. അപ്പൊ പാട്ട് എഴുതുന്നതിന് മുമ്പ് ട്യൂൺ ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനെയാണ്, നമ്മുടെ ദേവരാജ മാഷാണ്. അപ്പൊ ദേവരാജ മാഷിന്റെ അടുത്ത് ചെല്ലുന്നു, പിന്നെ കൂടി ചെല്ലുന്നു, പ്രൊഡ്യൂസർ അവരുടെ ചെല്ലുന്നു. ദേവരാജ മാഷ് പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്നോ, ബാക്കിയുള്ളവരൊക്കെ പൊയ്ക്കോ, ഞങ്ങൾ പാട്ട് റെഡിയാക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ഇദ്ദേഹത്തോട് പാട്ട് എഴുതാം. അപ്പൊ മുടി എന്ന് പറയുന്ന സംഗതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. മുടിക്ക് ഇമ്പോർട്ടൻസ്. അപ്പൊ മുടിയെ ബേസ് ചെയ്തിട്ടായിരിക്കണം പാട്ട്. അപ്പൊ പുള്ളിയുടെ ആദ്യത്തെ വരി ഇതാണ്, നിന്റെ തുമ്പ് കെട്ടിയിട്ട മുടിയടയിൽ തുളസി കതിരില ചൂടിക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു വരിയില്ലേ. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ദേവരാജ മാഷ് പറഞ്ഞു, ഇതിനൊരു തലയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നൊരു ആ പാട്ടൊന്നും കേട്ടിട്ടുണ്ടാവും, തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി പാടിക്കോ ജിഷ? ചുമ്മാ പാടിയത് സാറേ, എനിക്ക് അറിയത്തില്ല. ഇവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയത്തില്ല. തലയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ കാരണം തുമ്പ് കെട്ടിയിട്ടാന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് അതൊരു ഭംഗിയാവണില്ലല്ലോ എന്ന്. അപ്പൊ ദേവരാജ മാഷിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു തല വേണം, ഹെഡില്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ഹെഡ് കൊടുക്കണം. അപ്പോഴാണ് ആദ്യത്തെ വഴി അഡീഷണൽ ചേർത്തത്, സുന്ദരി എന്ന് നീട്ടി പിടിക്കുകയാണ്. എന്നിട്ടാണ് അടുത്ത വഴി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടിക്കുക. വെറുതെ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടിക്കുന്ന ഒരു ഭംഗിക്കുറവ്. അപ്പൊ അതിന് മുകളിൽ സുന്ദരി ഒരു ഹമ്മിങ്, അത് കേട്ടാണ് ഈ വരി. ഇത് പാട്ട് കേട്ടിട്ട് ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും കേൾക്കണമെങ്കിൽ മനസ്സിലാവും. MD രാജേന്ദ്രൻ എഴുതിയുള്ള പാട്ടാണ്. അതുപോലെ ഞാനിപ്പോ ഇപ്പൊ നമ്മൾ പാടിയ പാട്ടില്ലേ, ആ പാട്ടിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഒരു കുറവ് ഞാൻ കണ്ടത്, കാലുമ്പിൽ വന്നു, മുട്ടുമ്പിൽ വന്നു, തലയിൽ വരെ അതിന് ക്ലൈമാക്സ് കൊടുക്കുന്നുണ്ട്. തലയിൽ വന്ന് അത് സാധാരണ പരി പറഞ്ഞ പോലെ അങ്ങനെ നിർത്തിയില്ലേ. അപ്പൊ പാട്ട് പാടിയ ആരാണ്? ശ്രുതിയാണ്. അതിനെന്ത് ചെയ്യണം, ഒരു വരി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനെ പറ്റിയ ക്ലൈമാക്സ്. ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് വന്നു പറഞ്ഞേ പോയിട്ടുള്ളൂ. ലാസ്റ്റ് വരുന്ന സ്ഥലത്ത് ഒരു ക്ലൈമാക്സ് ആയിട്ട് ഒരു ക്ലൈമാക്സിന്റെ ഒരു വരി, അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ. അപ്പൊ അത് ക്ലൈമാക്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇൻട്രൊഡക്ഷൻ, എക്സ്പാൻഷൻ, ക്ലൈമാക്സ് ആൻഡ് താഴേക്ക് കൺക്ലൂഷൻ. അതുപോലെ ലാസ്റ്റ് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, മുട്ട് വന്ന് വയറ് വന്ന് നെഞ്ചു വന്ന് ഇനി എവിടെ എത്തുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് വിചാരിച്ചപ്പോ തലയിൽ വന്നിട്ട് വെറുതെ അങ്ങാട് നിന്ന് പോയ പോലെ തോന്നി. സോ ഇറ്റ് ഈസ് മൈ ഫീലിംഗ്. അത് കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, അപ്പൊ കുറച്ചുകൂടി വെറൈറ്റി വരും. അവിടെ ഒരു സാധനം ഓക്കെ തോന്നില്ല അങ്ങനെ? ഓക്കെ. അത് അവിടെയും കൂടി ഒരു സാധനം അല്ല. ഇത് കേട്ടപ്പോ മറ്റുള്ളവർക്ക് അന്ന് എപ്പോഴും വെറുതെ കേൾക്കരുത്, ഒബ്സർവേഷൻ മൈൻഡിൽ കേൾക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റും. വരികൾ എഴുതാനൊന്നും നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് അത് നിങ്ങളോട് തന്നെ പറയുക. യെസ്, ഏതെങ്കിലും ക്ലാസ്സിൽ നേഴ്സറി ക്ലാസ്സിൽ പാടുമ്പോ അടുത്ത വരി കുട്ടി അറിയാണ്ട് പാടിപ്പോ വേറെ എന്തെങ്കിലും വെച്ച്, അപ്പൊ അവിടെ കിട്ടും നമുക്ക് അതിന്റെ
സംഗതി. ഞാനിപ്പോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടി തുളസി കതിരൽ ജോലി എന്ന് പറഞ്ഞ MP രാജേന്ദ്രൻ പാട്ടിന്റെ വരിയിലെ സുന്ദരി വരാൻ കാരണം അതാന്ന് പറഞ്ഞു. യെസ്, ഓക്കെ, ഇറ്റ് ഇസ് കം ടു ദ പോയിന്റ്. നമുക്ക് പ്രിപ്പോസിഷൻ പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ മക്കളെ, നമ്മൾ പ്രിപ്പോസിഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിപ്പോസിഷന്റെ കോമൺ ആയിട്ടുള്ള കുറെ ഉപയോഗങ്ങളെ കുറിച്ചും ടെൻസിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ പറഞ്ഞു. തോട്ട് ഓഫ് ദി ഡേ ഞാനായിരുന്നു. Good morning, sir. Yes, good morning. Today's thought, life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. By APJ Abdul Kalam. ഓക്കെ 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 ഓക്കെ. ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്ന മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. ഞാൻ എപ്പോഴും APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവം, APJ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഇവിടെ ഈ നമ്മുടെ ISROയിലായിരിക്കുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം ഉണ്ട് പറയണേ, ISROയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുകയാണ്, നമുക്കൊരു ഉപഗ്രഹം മുകളിലേക്ക് വിടണം എന്ന് പറയുന്നു. ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി ആലോചിച്ചതല്ല, ഞാനിപ്പോ ചിലപ്പോൾ ചില വാക്കുകളൊക്കെ മിസ്സായിപ്പോയിട്ടുണ്ട്. യെസ്. അപ്പോ അദ്ദേഹത്തോട് പറയുന്നു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിങ്ങനെ ഇദ്ദേഹത്തെ അന്ന് ISROയിൽ ഒരു എഞ്ചിനീയർ ആണ് പുള്ളി. യെസ്, ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ആ ഉപഗ്രഹം മുകളിലേക്ക് പോയി അറബിക്കടലിൽ ചെന്ന് വീഴുകയും ചെയ്തു. അത് കോടിക്കണക്കിന് രൂപയാണ് അന്ന് നഷ്ടം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം APJ അബ്ദുൽ കലാമിന് വളരെയധികം കുറ്റബോധവും വിഷമവും തോന്നി. ഞാൻ കാരണം ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന നഷ്ടം. അദ്ദേഹം അപ്പൊ അന്ന് ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് RK ധവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തോട് പറയുന്നത്. അങ്ങനെ APJ അബ്ദുൽ കലാം തന്റെ ജോലി രാജിവെച്ചുകൊണ്ടുള്ള രാജിക്കത്ത് എഴുതി പോക്കറ്റിൽ ഇട്ടിട്ട് ഒരിക്കല് RK ധവാൻ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് പറയാണ്, എന്റെ സാറേ, ഞാൻ ജോലി രാജിവെക്കുകയാണ്, എനിക്ക് ഇത് പറഞ്ഞ ഒരു കാര്യവും നടക്കില്ല, എന്നെ കൊണ്ട് എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ ഞാൻ കാരണം ഒരു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഗവൺമെന്റ് ഉണ്ടായി, ഞാൻ രാജിവെക്കുകയാണ്, എന്റെ രാജിക്കത്ത് RK ധവാന് ഈ രാജിക്കത്ത് കൊടുക്കുക. അപ്പൊ RK ധവാൻ പറഞ്ഞു, എന്റെ കലാമേ, ഇന്ത്യ എത്രയോ ഉപഗ്രഹങ്ങൾ വിട്ടിരിക്കുന്നു, അത് എത്രയോ എണ്ണം അറബിക്കടലിൽ പോയിരിക്കുന്നു, ഇനി എത്രയോ എണ്ണം വിടാനിരിക്കുന്നു, ഇനി എത്രയോ എണ്ണം അറബിക്കടലിൽ വീഴാനിരിക്കുന്നു, അതുകൊണ്ട് രാജിയൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് വാങ്ങി കീറിക്കളഞ്ഞിട്ട് RK ധവാൻ കലാമിനോട് പറയുന്നത്, ഗോ ആൻഡ് ഡു യുവർ വർക്ക്, നിന്ന് പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യും എന്ന് പറയുന്നു. യെസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ഒരു കൃത്രിമ ഉപഗ്രഹം വിടുന്നുണ്ട്. അത് എന്റെ കറക്റ്റായിട്ട് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഞാനിപ്പോ APJ അബ്ദുൽ കലാം പറഞ്ഞുകൊണ്ട് എന്റെ ഓർമ്മയെന്ന് പറയുന്നതുകൊണ്ടാണ് അത്. അപ്പൊ അത് നമ്മുടെ ഈ ഭ്രമണപഥത്തിന്റെ അപ്പുറത്തേക്ക് എത്തി. അതൊരു സക്സസ് ആയിരുന്നു. ആ സക്സസ് വന്നു കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുകയാണ് ഈ ധവാൻ, ഡിഫൻസ് സെക്രട്ടറി. ആ പ്രസ് കോൺഫറൻസ് വിളിച്ചപ്പോ ആ പ്രസ് കോൺഫറൻസിൽ ഇദ്ദേഹം പറയുന്നു, ആ ഇന്ത്യയുടെ വിജയത്തെ കുറിച്ച് പറയുന്നു. എന്നിട്ട് RK ധവാൻ നമ്മുടെ മീഡിയയോട് പറയുന്നത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് ഒരു എഞ്ചിനീയറാണ്, അദ്ദേഹമാണ് എന്റെ പിറകിലിരിക്കുന്നത്. ഹിസ് നെയിം ഈസ് APJ അബ്ദുൽ കലാം. കലാമിനെ ലോകം ശ്രദ്ധിക്കുന്നത് അവിടെ മുതലാണ്. അതിനു മുമ്പ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആർക്കും അറിയില്ല. ISROയില് ധാരാളം എഞ്ചിനീയർമാരുണ്ട്, കൂട്ടത്തിൽ ഒരെണ്ണം APJ. അതല്ലാണ്ട് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്, ഇങ്ങനൊരു മനുഷ്യനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് RK ധവാന്റെ ഈ പത്രസമ്മേളനത്തോട് കൂടിയിട്ടാണ് APJ അബ്ദുൽ കലാമിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. വീണ്ടും കുറെ നാൾ കഴിഞ്ഞപ്പോ APJ അബ്ദുൽ കലാം ഇന്ത്യ ഗവൺമെന്റിന് ഒരു പ്രപ്പോസൽ കൊടുക്കുക. ആ പ്രപ്പോസലില്
പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളിലെ ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കുക. അപ്പോ ആ പ്രപ്പോസല് കുറച്ച് തിരുത്തലുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മടങ്ങി വന്നു. അപ്പോ അന്ന് രാത്രി APJ അബ്ദുൽ കലാമിന് ഉറങ്ങാൻ പറ്റിയില്ല. APJ അബ്ദുൽ കലാം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കൂടെയുള്ള സഹപ്രവർത്തകൻ പറഞ്ഞു, എന്ത് പറ്റി കലാമേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രപ്പോസൽ ഇതാണ്: ഇന്ത്യക്ക് ഒരു ഡിഫൻസ് അക്കാഡമി വേണം. ഡിഫൻസ് അക്കാഡമി. ആ ഡിഫൻസ് അക്കാഡമിയിലാണ് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണം വരുന്നത്. ഡിഫൻസ് അക്കാഡമി വേണം എന്നുള്ള പ്രപ്പോസലാണ് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അത് തിരിച്ചെഴുതുന്നു എന്ന് പറയും. അപ്പോ ഈ ഗവൺമെന്റ് അപ്പൊ സുഹൃത്ത് പറഞ്ഞു, അതിന് തിരിച്ചു തന്നല്ലോ, അതിനകത്ത് കുറച്ച് സജഷൻസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. APJ കലാം ഒരു കാര്യം ചെയ്യാവുന്ന കറക്റ്റായിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യും. അങ്ങനെ പുള്ളിയെ കറക്റ്റ് വീണ്ടും സബ്മിറ്റ് ചെയ്തു. ഈ സബ്മിറ്റ് ചെയ്ത പുള്ളിയുടെ പ്രോജക്റ്റ് അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ടേബിളിൽ വരെ എടുക്കും. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ടൈപ്പ് ഫയലുകളാണ് പുള്ളിയുടെ മെഷറുള്ളത്. വൺ ഈസ് റെഡി ടു സൈൻ, ഒന്ന് ഒപ്പിടാൻ വേണ്ടി മാത്രമുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാര് കറക്റ്റ് നോക്കിയിട്ട് സൈൻ, അത് മാത്രമേ ഉള്ളൂ. രണ്ടാമത് വരുന്നതാണ് ഇതേപോലുള്ള പ്രോജക്റ്റുകൾ. അതൊന്നും പ്രധാനമന്ത്രി വായിച്ചു നോക്കണം നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി ഈ പ്രോജക്റ്റ് APJ അബ്ദുൽ കലാമിന്റെ വായിച്ചു നോക്കി കഴിഞ്ഞതിന് ശേഷം ധവാനോട് പറഞ്ഞു, ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയ എഞ്ചിനീയറോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഇത് ഒരു യെസ്. അപ്പൊ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയ എഞ്ചിനീയറോട് എന്നെ വന്നൊന്ന് കാണാൻ പറയുമെന്ന് പറയും. അപ്പൊ ധവാൻ വന്നിട്ട് കലാമിനോട് പറയുന്നു, കലാമേ നിങ്ങളെ പ്രധാനമന്ത്രി വിളിക്കുന്നു. അപ്പൊ കലാം പറഞ്ഞു, ഞാനില്ല. കാരണം പ്രധാനമന്ത്രിയുടെ മുന്നിലേക്കൊക്കെ ചെല്ലണമെങ്കിൽ നല്ലൊരു സ്യൂട്ട് വേണം. എനിക്ക് അങ്ങനൊരു സ്യൂട്ട് ഇല്ല. നല്ലൊരു ഷൂ വേണം. എനിക്കുള്ളത് ഒരു പഴയ ഷൂ ആണ്. അപ്പോ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എന്റെ സഹോദരിയുടെ മകള് പഠിക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വലിയൊരു പൈസ ഞാൻ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിപ്പോ വായിക്കാനായിട്ടുള്ള പൈസ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പൊ ധവാൻ എന്ന് പറയുന്ന മറുപടി, മിസ്റ്റർ കലാം, യു ആർ വെൽ ഡ്രസ്ഡ് വിത്ത് യുവർ പ്രോജക്ട്. ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ APJ അബ്ദുൽ കലാം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തി. അപ്പൊ നല്ല ഷൂ ഇല്ലാത്തതുകൊണ്ട് പുള്ളി ചെരുപ്പൂരി വെച്ചിട്ട് നഗ്നപാതനായിട്ടാണ് പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോ ആ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ചോദിച്ചു, നിങ്ങളാണോ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയത്? അപ്പൊ കലാം യെസ് എന്ന് പറയും. The government is well pleased with this project. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ഗവൺമെന്റിന് താല്പര്യമാണ് എന്ന് പറയും. യെസ്. അങ്ങനെ അപ്പോ APJ അബ്ദുൽ കലാം സന്തോഷമായി താൻ കൊടുത്തൊരു പ്രോജക്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ചു. അല്ലെ, അത് അംഗീകരിച്ചു പറയുന്നത് APJ അബ്ദുൽ കലാമിനോട് പറയുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അബ്ദുൽ കലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങുമ്പോൾ പ്രധാനമന്ത്രി വിളിച്ചു, മിസ്റ്റർ കലാം, നിങ്ങൾ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഒരു ഡിഫൻസ് അക്കാഡമി ആരംഭിക്കുന്നു. അവിടെ വെച്ചിട്ട് പറയുന്നത്, യു ആർ ദ ചെയർമാൻ. യു ആർ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ഡിഫൻസ് അക്കാഡമി. അന്ന് APJ അബ്ദുൽ കലാമിന് 40 വയസ്സിൽ കുറവാണ് പ്രായം. അവിടെ നിന്നാണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പേര് അറിയപ്പെടാൻ ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകളുണ്ട്.
ഇത് APJ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യെസ്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ത്? ഒരുപാട് വഴിത്തിരിവുകൾ നമ്മുടെ ജീവിതത്തെ ടേൺ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാവും. നിങ്ങളും ഒന്ന് നിങ്ങളുടെ ഇതുവരെയുള്ള പ്രായവും ആ പ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അവസരങ്ങൾ നമ്മുടെ അരികിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ? അന്നത്തെ ഒരു ജാഗ്രത കുറവ് കൊണ്ട് നമ്മളത് വേണമെന്ന് വെച്ചിട്ടുണ്ടാവാം. കറക്റ്റ് അല്ലേ? യെസ്. സമയം വൈകിട്ടില്ല, നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഓക്കെ. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഞാനൊന്ന് എന്റെ മനസ്സൊന്ന് ഇടറും. ബിക്കോസ് എനിക്ക് വളരെ മാനസികമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഓക്കെ. നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതായത് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പുതിയ ഡ്രസ്സ് വാച്ച് ഒക്കെ മേടിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് APJ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫി അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നതിന്റെ പേര് 150 രൂപയായിരുന്നു അതിനുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു പുസ്തകം വാങ്ങിച്ചു. ആ കുട്ടിയുടെ മേശപ്പുറത്ത് പഠിക്കുന്ന മേശപ്പുറത്ത് ഇരുന്നോട്ടെ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടൈമില് മൊബൈലൊക്കെ നോക്കി കുറച്ചു നേരം കണ്ണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ 2 വരി വായിച്ചാൽ, അതും ഒരു പേജ് വായിച്ചാൽ പിന്നെ അതങ്ങോട്ട് വായിക്കും. അപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക, ഈ ഒരു സംഗതി കൂടി വായിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ നിർമ്മിത. യെസ്. അഗ്നിച്ചിറകുകൾ എന്നാണ് അതിന്റെ മലയാള പരിഭാഷ. 150 രൂപയാണ് അതിന്റെ വില. യെസ്. ഓക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളെപ്പോഴും വിജയിച്ചവരുടെ ചരിത്രം മാത്രം നോക്കിയാൽ പോരാ, തോറ്റവരുടെ കൂടി നോക്കണം. വിജയിച്ചവരുടെ ചരിത്രം എന്ത് നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത് വിജയിക്കാനുള്ള തന്ത്രങ്ങളാണ്. തോറ്റവരുടെ ചരിത്രം നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന DGP ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് നല്ല ക്ലാസ്സിന് എപ്പോഴും ഉണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ IAS പരീക്ഷയ്ക്ക് എഴുതിയേക്കണ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. പുള്ളി 4 പ്രാവശ്യം എഴുതി തോറ്റു. അത് ഇദ്ദേഹം ആദ്യത്തെ പ്രാവശ്യത്തേക്ക് ജയിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം DGP വരെയായിട്ട് റിട്ടയർ. അപ്പൊ ഇദ്ദേഹം പറയും, ഒരിക്കലും പുള്ളി ഡൽഹി ചെന്നപ്പോ അവിടെ ഒരു IAS ട്രെയിനിങ് കൊടുക്കുന്ന വലിയൊരു ക്ലാസിന്റെ അധിപതി പുള്ളിയാണ്. അപ്പോ ഇദ്ദേഹം ആ കൂട്ടുകാരോട് ചോദിച്ചു, എടാ നീ 4 പ്രാവശ്യം IAS ചെയ്ത് തോറ്റല്ലേ, നീ ഇപ്പൊ IAS പഠിപ്പിക്കുന്ന സ്ഥാപനം ആരംഭിച്ചു. അപ്പൊ അന്ന് കൂട്ടുകാരൻ കൊടുത്ത മറുപടി ഇതാണ്, 4 പ്രാവശ്യം ഞാൻ തോറ്റപ്പോഴാണ് എവിടെയാണ് തോൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്, എന്താണ് തോൽക്കാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായത്. യെസ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, IAS കോച്ചിങ് സെന്റർ ആരംഭിച്ചത്. ധാരാളം കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ എവിടെയാണ് തോൽക്കാൻ സാധ്യത എന്ന് പറഞ്ഞു തരാൻ തോറ്റവന് പറ്റും. യെസ്. അപ്പൊ ജയിച്ചവന്റെയും തോറ്റവന്റെയും ചരിത്രം നമുക്ക് നോക്കണം. യെസ്. നമ്മുടെ ചർച്ചകളിൽ വരുന്ന, ഭാവിയിൽ വരുന്ന ഒരു വിഷയമാണ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ്. നമുക്കത് പിന്നീട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട സക്സസ്ഫുൾ ആയ മനുഷ്യൻ. നമ്മള് ഗാന്ധിജിയെയോ APJ അബ്ദുൽ കലാമിനെയോ മദർ തെരേസയെയോ അല്ലെങ്കിൽ വേറെ ആരെയും നമ്മൾ എടുക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു സ്ഥലത്ത് എടുക്കുക. നിങ്ങളുടെ സ്വന്തക്കാര്, ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കള്, നിങ്ങളുടെ അയൽവാസികള്, അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടൊരു സക്സസ്ഫുൾ പേഴ്സൺ ഉണ്ടാവും. ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് വിജയിച്ചു വന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ് ഈസ് മൈ ഫാദർ. ഞാൻ കണ്ട ഏറ്റവും സക്സസ്ഫുൾ ആയ മനുഷ്യൻ ആരാണ്? എന്റെ അച്ഛനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ അച്ഛൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, അതിനെ അതിജീവിച്ചത്. അപ്പൊ ഞാൻ കണ്ട സക്സസ്ഫുൾ പേഴ്സൺ ഈസ് മൈ ഫാദർ ഓർ മൈ മദർ. യെസ്. ഒരു കുട്ടി ഈ അധ്യാപകർ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ ഒരു ഫ്രീ പീരീഡ് വന്നപ്പോൾ ഒരു സാറിനെ വിട്ടല്ലോ. അപ്പൊ ആ ഫ്രീ പീരീഡ് വന്നപ്പോൾ സാറിനെ വിട്ട് കഴിഞ്ഞപ്പോ സാറ് അവിടെ ചെന്നൊന്നും പഠിപ്പിക്കാനില്ല. അപ്പൊ കുട്ടികളോട് പറഞ്ഞ് ഒരു പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തു. എന്നിട്ട് ഒരു ഹെഡിങ് പറഞ്ഞു അധ്യാപകർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരാള്, അയാളുടെ പേര് നമ്മൾ. യെസ്. അപ്പൊ ഓരോരുത്തരും APJ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, അങ്ങനെ ഇങ്ങനെ ഓരോ പ്രശസ്തരായ പേരുകളൊക്കെ എഴുതി. ഒരു കുട്ടി മാത്രം എഴുതി അമ്മ എന്ന് എഴുതി.
അപ്പോ സംതിങ് സ്ട്രേഞ്ച്. അപ്പോ അധ്യാപകൻ ചോദിക്കുന്ന കുട്ടിയോട്, എടാ മോനെ നിന്റെ അമ്മ ഇത്ര വലിയ പ്രശസ്തയാണോ? അപ്പൊ എന്റെ അമ്മ എന്താ ജോലി? അപ്പൊ അധ്യാപകൻ ചോദിച്ചാൽ അവന്റെ അമ്മ വലിയ പ്രശസ്തിയായിരിക്കും. അധ്യാപകൻ ചോദിച്ചു നിന്റെ അമ്മ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ നിന്നെ സ്വാധീനിച്ച വ്യക്തി പിന്നെ നിന്റെ അമ്മയാണെന്ന് പറയാൻ കാരണം എന്താണ്? യെസ്. അപ്പൊ അവനൊരു മറുപടി പറയാം, എനിക്ക് ആദ്യമായിട്ട് വീണ് കാലിന് പരുക്ക് പറ്റിയപ്പോ എന്റെ മുറിവില് മരുന്ന് വെച്ച് നൽകിയത് എന്റെ അമ്മയാണ്. ഞാൻ ആദ്യം കണ്ട ഡോക്ടർ എന്റെ അമ്മയാണ്. എന്റെ കളിപ്പാട്ടത്തിന് കേട് വന്നപ്പോ എനിക്കത് ശരിയാക്കി തന്നത് എന്റെ അമ്മയാണ്. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട എഞ്ചിനീയർ എന്റെ അമ്മയാണ്. എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ എന്നെ ചേർത്ത് നിർത്തിയത് എന്റെ അമ്മയാണ്. ഞാൻ ആദ്യം കണ്ട കൗൺസിലർ എന്റെ അമ്മയാണ്. എനിക്കും എന്റെ അച്ഛനുമുള്ള ഭക്ഷണം കാലത്ത് റെഡിയാക്കി തന്നിട്ട് അമ്മ ജോലിക്ക് പോകും. അപ്പൊ അങ്ങനെ അമ്മയെ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അമ്മ അവിടെ ജീവിക്കുന്നത്. അപ്പോ എന്റെ മനസ്സിൽ എന്നെ സ്വാധീനിച്ച വ്യക്തി മറ്റാരുമല്ല, ദാറ്റ് ഈസ് മൈ മദർ, എന്റെ അമ്മയാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും, ഇല്ലേ? പലരുടെയും ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും നമുക്ക് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ടാവും. നമുക്ക് പറയാൻ പറ്റും ഒരു പക്ഷെ അവനാണ് ചിലപ്പോ അവർക്ക് പ്രശ്നങ്ങളൊക്കെ എല്ലാം സോൾവ് ചെയ്തെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിലും നമുക്ക് ചില ആളുകളെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റും, ചിലപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടാവില്ല, ഹി ഈസ് എ സക്സസ്ഫുൾ പേഴ്സൺ, അവനൊരു വിജയിച്ച വ്യക്തിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ചങ്ങനെ മാറിയിട്ടുള്ള ചെറിയൊരു വീടുണ്ട്. അപ്പൊ പണ്ടെല്ലാം ഞാൻ ആ വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ വീട് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിലുള്ള വീടായിരുന്നു. അവിടെ വീട്ടിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഒച്ച റോട്ടിൽ കാണുമ്പോൾ, പക്ഷെ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ആ വീട്ടിലെ സ്ത്രീ വേലക്ക് നിന്നിരുന്ന വീട്ടിലെ ഓണറിന്റെ മകൻ, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം വിദേശത്ത് പോയപ്പോൾ അവിടെ ഒരു പയ്യനെയും കൂടെ കൊണ്ടുപോയി അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്തു. പയ്യൻ നന്നായിട്ടൊക്കെ പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതോടുകൂടി അവരുടെ കുടുംബത്തിന്റെ തലവര മാറി. ആ പഴയ വീട് മാറ്റിയിട്ട് അപ്പുറത്ത് വിശാലമായ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വലിയൊരു വീട് പണിയുന്നു, താമസിച്ചു. അപ്പൊ രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിള്ളേരൊക്കെ വളർത്തി പഠിപ്പിച്ച് വലിയ ലെവലിൽ എത്തിച്ച അമ്മമാരോ മാതാപിതാക്കന്മാരൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളൊക്കെ ഓർത്ത് വെച്ചോ, നമ്മൾ പിന്നീട് അത് ചർച്ചയായിട്ട് എടുക്കും. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സക്സസ്ഫുൾ പേഴ്സൺ, നമുക്ക് നേരിട്ട് കണ്ട സക്സസ്ഫുൾ പേഴ്സൺ ആരാണ്? ഓക്കെ വിദ്യ, ഇപ്പോഴല്ല, നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പ്രിപ്പോസിഷനിലേക്കാണ്. പ്രിപ്പോസിഷന്റെ പ്രത്യേകത പറഞ്ഞു വരുമ്പോൾ കാര്യം പറയണം. ചില വാക്കുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻ മാത്രമേ വരൂ. അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പൊ അക്കമ്പനീഡ് ബൈ എന്ന് പറയും. റഫർ ടു, അങ്ങനെ റഫർ കഴിഞ്ഞപ്പോഴും ടൂവേ വരും. യെസ്. ജൂനിയർ ദാൻ എന്ന് പറയില്ല, ജൂനിയർ ടു. അപ്പൊ അങ്ങനെ ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻസി, ജിനു, ആൻസി, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആക്സസ് എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടോ? കണ്ടില്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളില് കൊടുത്തേക്ക്, ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് ടു. ഈ വേർഡുകൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വരേണ്ടത്? ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്. ആക്സസ് ടു അങ്ങനെ വരുള്ളൂ. അഡിക്ഷൻ വിത്ത് വരില്ല, അഡിക്ഷൻ ടു. കണ്ടോ? അപ്പൊ ടു എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷൻ കൂടെ വരുന്ന വേർഡുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് കറക്റ്റ് ചെയ്യാം. യെസ്. അപ്പൊ ഒന്ന് വായിച്ചേ ആൻസി. പിന്നെ ടു ചേർത്തു പറ. അഡിക്ഷൻ വായിക്കാൻ വായിച്ചു. സർ നേരെ ഉള്ളയാണോ വായിക്കാൻ, താഴോട്ടുള്ളയാണോ വായിക്കാൻ? താഴേക്ക് പോരട്ടെ. ആക്സസ് ടു അഡിക്ഷൻ ടു
adherence അഡ്ഹറൻസ് എന്ന് പറഞ്ഞാൽ അറിയാല, ആശ്രയം, ഡിപ്പെൻഡൻസ് നടത്തും. adherence to allegiance allegiance to allergy അലർജി ടു, പിന്നെ allergy to alternative ഓൾട്ടർനേറ്റീവ് ടു. ഓക്കെ, മതി, സ്റ്റോപ്പ് ചെയ്തോ കേട്ടോ. ആക്സസ് നമുക്കറിയാലോ, ഉൾക്കൊള്ളാൻ പറ്റുന്ന അർത്ഥത്തിലാണ്. അഡിക്ഷൻ എന്ന് പറയാല്ലേ, അവരെ അഡിക്ഷൻ ആണ്. അഡ്ഹറൻസ് വിധേയത്വം, ആശ്രയം. പിന്നെ അലർജി, ആൾട്ടർനേറ്റീവ് ഒന്നിടപെട്ടുള്ളത്. യെസ്, ഓക്കെ. ഈ നൗണിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? ടു ആയിരിക്കും. യെസ്, ജയ്മോളെ. Yes, sir. അവേർഷൻ തുടങ്ങി താഴേക്ക് വായിക്കും. Aversion to, attachment to, contribution to, damage to, devotion to, ഡിസ്ലോയൽറ്റി ആണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. DISLOYALTY കേട്ടോ. ഡിസ്ലോയൽറ്റി കേട്ടോ. ലോയൽറ്റി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് സ്പെല്ലിംഗിൽ ചെറിയ കറക്ഷൻ ആയതുകൊണ്ടാണ്. ഡിസ്ലോയൽറ്റി കേട്ടോ. ഡിസ്ലോയൽറ്റി ടു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അവേർഷൻ ടു, attachment to, contribution to, damage to, devotion to, disloyalty to. Yes, Vidya. Yes, sir. Preface തുടങ്ങി താഴേക്ക് വായിക്കും. Preface to, reference to, relevance to, reply to, resistance to, return. Return to കേട്ടോ. Return to the letter എന്ന് പറയുള്ളൂ. Return by the letter അങ്ങനെയൊന്നും പറയില്ല. ഫോർ ദ ലെറ്റർ, റിട്ടേൺ ടു ലെറ്റർ. അപ്പൊ ഈ വേർഡുകളുടെ കൂടെ എന്താണ് വരുന്നത്? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് വരുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി നർമ്മിത. Yes, sir. Good morning, sir. വായിച്ചോളൂ, ആൻസർ തുടങ്ങി വായിച്ചോളൂ. It's 1 minute, sir. ഓക്കെ, 1, 2 Sir, വായിച്ചോളൂ. answer ആണോ? ആൻസർ ടു എന്ന് വായിക്കാം. Okay, answer to, antidote to, approach to, exception to, immune to, introduction to, solution to, threat to, witness to. Okay, very good. Answer to. No, answer to the question. So an answer with the question, the answer to the question. Antidote പ്രതിവിധിയാണ്. Antidote to. അപ്രോച്ച് അടുത്തടുത്ത് വരിക. യെസ്. എക്സെപ്ഷൻ ഒഴികെ. എക്സെപ്ഷൻ ടു. ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാല് രോഗവിമുക്തം. അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സിന്റെ ഫുൾഫോം പറയുമ്പോൾ ഐ, ഇമ്മ്യൂൺ. ഇൻട്രൊഡക്ഷൻ, ആമുഖം. ഇൻട്രൊഡക്ഷൻ ടു. സൊല്യൂഷൻ, പരിഹാരം. സൊല്യൂഷൻ ടു. ത്രെഡ്, ഭീഷണി. ത്രെഡ് ടു. വിറ്റ്നസ്, സാക്ഷി. വിറ്റ്നസ് ടു. ഓക്കെ. യെസ്. അടുത്തത് സബിത ബി. Yes, sir. ഈ അഡ്മിറേഷൻ അതിനകത്ത് നോക്കി, ഇപ്പൊ ഇവിടെ വന്നിട്ട് ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. Here is a list of nouns which usually and often have for after that. ഈ വേർഡ് കഴിഞ്ഞാൽ ടു അല്ല ഉപയോഗിക്കുക, എന്താണ് ഉപയോഗിക്കുക? ഫോർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോർ വെച്ച് ചേർത്ത് പറയും. യെസ്. Admiration for, appetite. ഒരു മിനിറ്റ്. അഡ്മിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആരാധന എന്നാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. എനിക്ക് മമ്മൂട്ടിയോട് ആരാധനയുണ്ട്. ഇംഗ്ലീഷിൽ പറയും. I have. Okay, Srijana. I have Admiration. എനിക്ക് ആരാധനയുണ്ട്. ഫോർ മമ്മൂട്ടി. ടു മമ്മൂട്ടി എന്ന് പറയുന്നത് തെറ്റാണ്. അഡ്മിറേഷൻ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ പിന്നെ ഫോർ വരുന്നത്. I have admiration for my teacher. I have admiration for my father. എന്തുകൊണ്ടെങ്കിൽ പറയാം, അഡ്മിറേഷൻ കഴിഞ്ഞാൽ ഫോർ. എന്റെ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ. യെസ്. ഓക്കെ ഷിജിന. യെസ്. ഓക്കെ, ഐ വിൽ കം ടു യു ഷിജിന. വായിച്ചോളൂ സബിത. admiration for, appetite for, aptitude for,
ബിഷപ്പ് എന്നൊക്കെ പറയാറില്ല, അപ്പിറ്റൈസർ. ഓക്കെ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിന്റെ പരീക്ഷയൊക്കെ വരുമ്പോ അതിൻ്റെ അകത്ത് ഒരു സെക്ഷനാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. സാമർഥ്യം എന്നുള്ള അർത്ഥമാണ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പകരം. സബ്സ്റ്റിറ്റ്യൂട്ട് പകരം. ഓക്കെ ഓക്കെ. നമുക്ക് കളികളിലൊക്കെ ഉപയോഗിക്കുന്ന വേണം സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. ബിഡ് ഫോർ. ബിഡ് ലേലം. ക്രേവിംഗ് ഫോർ. ക്രേവിംഗ് എന്ന് പറഞ്ഞാല് ആശ, ആഗ്രഹം. ക്രെഡിറ്റ് ഫോർ. ക്യൂർ ഫോർ. ഡിമാൻഡ് ഫോർ. ഓക്കെ. ഇനി അതൊക്കെ കൂടി നല്ല ഭംഗിയിലാണ് വായിച്ചത്, ഒന്നുകൂടി സ്റ്റൈലായിട്ട്. ഞാനാണോ? അത് തന്നെ. ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കാനാണ് അത് നെക്സ്റ്റ് ഭംഗിയില് നല്ല സ്റ്റൈലായിട്ട്. ഇപ്പൊ ഒരു പ്രാവശ്യം വായിച്ചപ്പോ വാക്കുകളൊക്കെ പരിചയമായില്ലേ? അത് ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ് വരുന്ന പറയുന്നത് വായിച്ചു. admiration for, appetite for, aptitude for, substitute for, bid for, craving for, credit for, cure for, demand for. Okay, very good, very good, very good, very good. Okay, Srija. Yes, sir. അപ്പോ ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഡിസയർ മുതൽ താഴെ ഇങ്ങോട്ട് പോരട്ടെ. ഓരോ വാക്കുകളുടെ അർത്ഥം കൂടി പറഞ്ഞു. ഡിസയർ, ആഗ്രഹം. ഡിസയർ ഫോർ. യെസ്, ഓക്കെ. Desire for, dislike for, hunger for, love for, need for, provision for, quest for, recipe for, regard for. ഓക്കെ. ഈ പറഞ്ഞ വാക്കുകളെ ശ്രീജയ്ക്ക് അർത്ഥം അറിയാൻ പാടാത്ത വാക്കുകളുണ്ട്. വെറുതെ ഞാൻ ചോദിച്ചാണ്. റെസിപ്പി Question അല്ലേ? ക്വസ്റ്റ്യൻ അല്ലേ? തൃഷ്ണ, ആഗ്രഹം. അത് തന്നെയാണ്. അടക്കാനാവാത്ത ആഗ്രഹമാണ് അത് കേട്ടോ. ആഗ്രഹമാവോ ചില അടക്കാനാവോ, അതിനാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. യെസ്. പ്രൊവിഷൻ, ആഹാരം. നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വിളിക്കുന്ന കടയെ പറയുന്ന പേര് പ്രൊവിഷണൽ സ്റ്റോർ എന്നല്ലേ? പ്രൊവിഷണൽ സ്റ്റോർ. അപ്പോ ഡിസയർ ഫോർ, dislike for, hunger for, love for, need for, provision for, quest for, recipe for, regard for. Okay, Srija, very good, very good, very good, very good. Anita. sir. Remedy തുടങ്ങി താഴേക്ക് ഇങ്ങോട്ട് വരട്ടെ. Remedy for, respect for, responsibility for, room for, search for, sympathy for, synonym for, taste for, thirst for. Very good, very good. ഇതിനകത്ത് മീനിങ് കിട്ടാത്ത വേർഡുകളുണ്ടോ? എന്ത് സർ? മീനിങ് അറിയാൻ പാടാത്ത വാക്കൊന്നുമില്ലല്ലോ. ലാസ്റ്റ് വൺ. നെക്സ്റ്റ് ദാഹം കേട്ടോ. ദാഹം. ഓക്കെ. സിമ്പതി അറിയാമെന്നല്ല, റെസ്പോൺസിബിലിറ്റി അറിയാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. റെമഡി ഫോർ, റെസ്പെക്ട് ഫോർ, റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Then Lena. Yes, sir. How are you, Lena? Fine. Very good, very good. ഇവിടെ വന്നൊരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. Here is a list of nouns which usually or often have on. On ആണ് ഇവിടെ. ആ on എന്നുള്ളത് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. On after them. ഇനിയുള്ള വാക്കിന്റെ കൂടെ ശബന പര്യായം നടത്തും. പര്യായം കേട്ടോ. ശബന പര്യായം ആ വേണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇനി പറയുമ്പോ ഓൺ ചേർത്ത് പറഞ്ഞു. ഓൺ ചേർത്ത്. ഓക്കെ, പറഞ്ഞോളൂ. ആദ്യത്തെ ഒരു 5 പറഞ്ഞു. Assault on, attack on, ban on, claim on, comment on. അതിനകത്ത് അർത്ഥം അറിയാൻ പാടാത്ത വേർഡൊന്നുമില്ലല്ലോ. ഉണ്ടോ? Assault. അറ്റാക്ക് തന്നെയാണ് അർത്ഥം. ആക്രമണം കേട്ടോ. അറ്റാക്ക് തന്നെയാണ് വേറൊരു വേർഡാണ്. യെസ്. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും പ്ലീസ് കമന്റ് ഓൺ ദ ഇഷ്യൂ. കമന്റ് ഫോർ ദ ഇഷ്യൂ എന്നല്ല, കമന്റ് ടു ദ ഇഷ്യൂ എന്നല്ല, കമന്റ് ഓൺ. കമന്റിന്റെ കൂടെ ഓൺ വരും. കമന്റ് ഓൺ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ജിൻസി രാജി. ജിൻസി. ഗുഡ് മോർണിംഗ് സർ. യെസ്, വെരി ഗുഡ് മോർണിംഗ് ജിൻസി. യെസ്. ആ കോൺസെൻട്രേഷൻ തുടങ്ങി താഴേക്ക് ഇങ്ങോട്ട് പറയട്ടെ. കോൺസെൻട്രേഷൻ ഓൺ, കർവ് ഓൺ, ഡിപെൻഡൻസ് ഓൺ, ബഫർ on, hold on, insistence. പറഞ്ഞു ശ്രദ്ധിക്കേണ്ട മുഴുവനായിരിക്കും. ഇൻസിസ്റ്റൻസ് ഓൺ, insistence on, reflection on, reliance on,
restriction on, tax on. Tax on. ഇതിനകത്ത് മീനിങ് അറിയാൻ പാടാത്ത വേർഡുകളൊന്നും ഇല്ലല്ലോ. Reflection, reliance, Sir, restriction. curb. Curb. കർബ് എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൽ, തടസ്സം എന്നൊക്കെ പറയുന്നത്, ഒബ്സ്റ്റക്കിൾ, ആ മീനിങ്. യെസ് യെസ്. അപ്പൊ ജിൻസി, Sir, ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന വേർഡ് ലാസ്റ്റ് വരുന്ന ടാക്സ് ആണ്. tax. ടാക്സ് കഴിഞ്ഞിട്ട് ഓൺ വരുന്ന രീതിയിൽ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ടാക്സിന്റെ കൂടെ ഓൺ എന്ന് പറയുന്ന വേർഡ് വരുന്ന രീതിയിൽ സെന്റൻസ് ഇഷ്ടമുള്ള പറഞ്ഞു. I have to pay the tax on 25th June, the last due date. ഓക്കെ That ഓക്കെ was the last due date. ഓക്കെ ഓക്കെ ഓക്കെ. ടാക്സ് ഓൺ അത് നമുക്ക് പറയാം. പ്ലീസ് പുട്ട് ഹെവി ടാക്സ് ഓൺ ഇലക്ട്രോണിക് ഐറ്റംസ്. ഇലക്ട്രോണിക് ഐറ്റംസിന് മുകളിൽ ഹെവി ടാക്സ് ഫിക്സ് ചെയ്യാൻ. പുട്ട് ഓൺ, പുട്ട് ഹെവി ടാക്സ് ഓൺ. ഹെവി ടാക്സ് എന്താണ്? ഓൺ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. Then Anu Jinish. Yes, sir. How are you doing? Fine, sir. Very good, very good, very good. So, appo ഇവിടെ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടായിരുന്നു. Here is a list of nouns which are usually and often have with after them. With എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കൂടെ വരുന്നത്. With, കേട്ടോ? With. Yes. Okay, sir. വായിച്ചോളൂ. Affinity with, collision with, connection with, contrast with, correspondence with, date with. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനകത്ത് അർത്ഥം അറിയാൻ പാടില്ലാത്ത, മീനിങ് അറിയാൻ പാടില്ലാത്ത വാക്കൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല ഇല്ല സർ. അപ്പൊ ഇനി ഇല്ലാത്തവരോട് പറയുന്നത് അഫിനിറ്റി എന്ന് പറയുമ്പോൾ യോജിപ്പ്, കൊലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിമുട്ടൽ, സംഘട്ടനം എന്നൊക്കെയാണ് അർത്ഥം. കണക്ഷൻ അറിയാം, കോൺട്രാസ്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നർത്ഥം, കറസ്പോണ്ടൻസ് കത്തിടപാട്, ഡേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആയിരുന്നു, വെരി ഗുഡ്. പ്രവീണ രാജ്. Dealings with, dissatisfaction with, encounter with, familiarity with, identification with, intimacy with. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ കൂടെ വിത്താണ് വരുന്നത്. യെസ്. ഇനി ഒരാൾ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടാണ് ഞാൻ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തൊരാള് ഷിൽജി. ആരാണ്? പറഞ്ഞു. Involvement with, link with, quarrel with, relationship with, sympathy with. ഓക്കെ 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 ഓക്കെ. സിമ്പതിനും കൂടെ വിത്തും ടൂവും വരും. രണ്ട് രീതിയിലാണ്. യെസ്. ഓക്കെ, സിമ്പതി വിത്ത്. ഓക്കെ ഓക്കെ. ഇൻവോൾവ്മെന്റ് വിത്ത്, ലിങ്ക് വിത്ത്, കോറൽ വിത്ത്, റിലേഷൻഷിപ്പ് വിത്ത് ആൻഡ് sympathy with. Okay, 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 okay. So
യെസ്, ഓക്കെ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതിൽ ലാസ്റ്റ് നമ്മള് വി വർ ഡിസ്കസിങ് അബൌട്ട് ദ യങ്ങർ വൺസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പൊ ലാസ്റ്റ് സർ ഒരു ഡൗട്ട് ഉണ്ട് സർ. പറഞ്ഞോളൂ. സർ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് എടുത്തായിരുന്നല്ലോ, മോക്ക് ടെസ്റ്റ് എടുത്തായിരുന്നല്ലോ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, റിഫ്ലെക്സ് ആക്ഷൻ വെച്ച് റിഫ്ലെക്സ് നൗൺ ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ഒരു ഈ പ്രോജക്റ്റ് ഹർ പ്രോജക്റ്റ് ഈസ് ഡൺ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ആൻസർ ഇറ്റ് സെൽഫ് എങ്ങനെയാ വരുന്നത് സർ? ഹെർ സെൽഫ് അല്ലേ വരുന്നത് സർ? ഞാൻ ക്വസ്റ്റ്യൻ പറയാം സർ. സർ ഒരു മിനിറ്റ് എടുക്കട്ടെ സർ. സർ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടെ സർ. ഷീ വാണ്ട്സ് ടു കംപ്ലീറ്റ് ദ പ്രോജക്ട് ടുഡേ. അപ്പൊ ടുഡേ ബൈ ഹെർസെൽഫ് അല്ലേ വരുന്നത് സർ? അത് ഞാന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അവൾ തന്നെ പൂർത്തിയാക്കണമെന്നല്ല, ഇന്ന് തന്നെ പൂർത്തിയാക്കണമെന്നാണ്. റിഫ്ലക്ഷൻ പോകാനാണ് ഇറ്റ്സ്. മനസ്സിലായോ? മനസ്സിലായി സർ. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഐ വാണ്ട് യു ഡാഷ് കംപ്ലീറ്റ് വർക്ക് എന്നായിരിക്കും. അവിടെ ഐ എന്നുള്ളതിന് മൈസെൽഫ് വരും, യു എന്നുള്ളതിന് യുവർ സെൽഫ് വരും. ഏതാണിക്കും വരാം? മൈസെൽഫ് അല്ല, അവിടെ യുവർ സെൽഫ് വരുള്ളൂ. ആ സെന്റൻസ് ഒന്ന് നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തോ ഒരുപാട് കറക്റ്റ് കുത്തിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാർ. മാർക്ക് മൊത്തം പോയി, 4 മാർക്കേ ഉള്ളൂ സാർ. അതാ ഞാൻ സെന്റൻസ് പറയണം. ഐ വാണ്ട് യു dash complete complete the work. Okay, ഇതാണ് സെന്റൻസ്. ഐ വാണ്ട് യു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ആൻസി ഇവിടെ എന്താ പൂരിപ്പിക്കാം? സത്യം പറഞ്ഞോ? ആദ്യം പറഞ്ഞു മൈസെൽഫ് അല്ലേ? അതെ. ആൻസി എന്തുകൊണ്ട് മൈസെൽഫ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആൻസി ഇവിടെ തുടക്കം മാത്രം നോക്കിയുള്ളൂ. ഐ എന്നുള്ളതിന് കറക്റ്റ് മൈസെൽഫല്ലേ വരുള്ളൂ. അതാണ് ആൻസി ചിന്തിച്ചത്. നമ്മളെ ആ സെന്റൻസിന്റെ അർത്ഥം കൂടി നോക്കണം. അത് ചിന്തിച്ചാൽ കൂടെ നോക്കി. ഐ വാണ്ട് യു, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ ജോലി കംപ്ലീറ്റ് ആക്കണമെന്നാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഒരു കല്യാണിക്കണില്ല അവിടെ. സർ ടു അല്ലേ വരുന്നത്? ഐ വാണ്ട് യു ടു കംപ്ലീറ്റ് ദ വർക്ക്. ഐ വാണ്ട് യു ഡാഷ്. അല്ലല്ല, യുവേഴ്സൺ, നിങ്ങൾ തന്നെ. I want yourself. Yourself. I want you yourself. നിങ്ങൾ തന്നെ പൂർത്തിയാക്കാം. Yes, I want you yourself complete the work. Any doubt you can ask. നിങ്ങൾ ചോദിച്ചോണ്ടത് അത് ധൈര്യമായിട്ട് ചോദിക്കും. ഞാനിപ്പോ അവിടെ എഴുതി കൊടുത്തില്ല, അവര് പ്രിന്റ് ചെയ്ത മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ആൾസോ ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. അങ്ങനെ ചോദിക്കണം. ഇതാണ് എന്താണ് എന്നുള്ള കാര്യം ചോദിക്കും. സർ അതുപോലെ വേറൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ.
സാർ നമ്മള് മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർ നൗൺ ഫ്രം ദ ഫോളോവിങ് സെന്റൻസ്. ദ ഗേൾസ് ആർ ഗോയിങ് ടു മദ്രാസ്. അതിന്റെ ആൻസർ ഇട്ടിരിക്കുന്ന മദ്രാസ് എന്നായിരുന്നു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ, ഗേൾസ് ആണോ മദ്രാസ് ആണോ ഗേൾസ് എന്നുള്ളത് അതിന്റെ ആൻസറിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഗേൾസും ഉണ്ടായിരുന്നു, മദ്രാസും ഉണ്ടായിരുന്നു, ആറെന്നുണ്ടായിരുന്നു. അത് മൂന്നുമായിരുന്നു ഓപ്ഷൻസ്. ഗേൾസ് അതിന്റെ മദ്രാസിൽ ആൻസർ കൊടുത്തിരുന്നത്. അതെ അതെ അതെ. ഓക്കെ ഗേൾസ് ആൻസർ ഇല്ലാതെ കേട്ടോ. ഗേൾസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട്. ഈ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്ജക്റ്റ് ആയിട്ടും വരും, സബ്ജക്റ്റ് ആയിട്ടും വരും. രണ്ട് രീതിയിൽ നൗൺ ഫ്രേസ് വരും. ഫോർ എക്സാമ്പിൾ പറയാം, ഐ സോ എ ട്രീ. അപ്പൊ ആ ട്രീ എന്നുള്ളത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം, അതൊരു നൗൺ ആണ്. ആ സെന്റൻസ് തന്നെ ഐ സോ എ ട്രീ വിത്ത് ഫുൾ ഓഫ് മാംഗോസ്. അപ്പൊ എ ട്രീ വിത്ത് ഫുൾ ഓഫ് മാംഗോസ് എന്നുള്ളത് നൗൺ ആണ്. ഒരു മരം, എങ്ങനെയുള്ള മരം? നിറയെ മാങ്ങകളോട് കൂടിയ മരം, അത് നൗൺ ആണത്. പക്ഷെ അത് ആ സെന്റൻസിൽ അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ ഇവിടെ അതിന് പറഞ്ഞ കറക്റ്റ് ആണ്. ഗേൾസ് അതിന്റെ ആൻസർ ആണ്. പിന്നെ മദ്രാസ് ഉണ്ട്. ഗേൾസ് നമ്മുടെ ആൻസറിൽ ഉണ്ടായിരുന്നില്ല, അത് കാരണം കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് ഗേൾസ് ഒഴിവാക്കിയാണ്. യെസ്. ഓക്കെ. ഇല്ല സാർ, ഓപ്ഷനിൽ ഗേൾസ് എന്നും ഉണ്ടായിരുന്നു, മദ്രാസും ഉണ്ടായിരുന്നു ഓപ്ഷനില്. കറക്റ്റ് ആണ്. ഗേൾസും മദ്രാസും അതിന്റെ അകത്ത് ആൻസറിൽ വരുന്നതാണ്. ഗേൾസും വരുന്ന ആൻസർ ആണ്. പക്ഷെ നമ്മള് ഗേൾസ് എന്നുള്ളത് ഒഴിവാക്കാം. ആൻസറിന്റെ 3 എണ്ണത്തിൽ അതില്ലാതെ വിചാരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. സാർ ഗേൾസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് കോമൺ നൗൺ ആൻഡ് മദ്രാസ് ഇസ് പ്രോപ്പർ നൗൺ, അങ്ങനെയല്ലേ സാർ? ഈ ഗേൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാമല്ലോ. മദ്രാസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസ് വരുമ്പോൾ അതല്ലേ സാർ പ്രോപ്പർ നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഇതിനകത്ത് വെർബിന് തൊട്ട് മുന്നേ വരെ വരുന്നത് എല്ലാം നമുക്ക് നൗൺ ഫ്രേസ് ആയിട്ട് എടുക്കാം. നമ്മൾ പറഞ്ഞു ഓർക്കണല്ലേ? അതായത് സബ്ജക്റ്റ് ആണ് ഈ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. സബ്ജക്ട് ഓഫ് ദ സെന്റൻസ് ആണ് സബ്ജക്ട്. ആ സബ്ജക്ട് നൗൺ എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും അവിടെയും ആ ഒബ്ജക്റ്റിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് അതും ഒരു നൗണിന്റെ നൗൺ ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞ സെന്റൻസിൽ ഏതാണ് നൗൺ ഫ്രേസ് ആയിട്ട് വരാൻ? ജിൻസി, ഷീ ഈസ് വർക്കിംഗ്. സാർ അത് നമുക്ക് ഷീ വേണേ. അപ്പൊ ആ ഷീ എന്നുള്ള സ്ഥലത്ത് ഞാനിപ്പോ ഒരു പേര് പറയുന്നു, രമ്യ ഈസ് വർക്കിംഗ്. അപ്പൊ രമ്യയാണ് അതിനകത്ത് വരുന്നത്. ഞാൻ ബ്യൂട്ടിഫുൾ രമ്യ എന്ന് കൊടുക്കുകയാണ്. അപ്പോ ഏതാണ് അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്? സർ രമ്യ ഈസ് ബ്യൂട്ടിഫുൾ. രമ്യ ഈസ് ബ്യൂട്ടിഫുൾ. രമ്യ ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ല, the beautiful Ramya is working. The beautiful Ramya is working. The beautiful Ramya. The beautiful Ramya. അപ്പൊ അത് സബ്ജക്റ്റ് ആയില്ലേ? Yes sir. Yes. അപ്പൊ അത് നൗൺ ഫ്രേസ് ആയില്ലേ? Yes sir. അപ്പൊ നൗൺ ഫ്രേസ് രണ്ട് രീതിയിൽ വരാം. ഒബ്ജക്റ്റീവ് കേസിലും വരാം, സബ്ജക്റ്റീവ് കേസിലും വരാം. Okay sir. ഓക്കെ, അതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ ഒബ്ജക്റ്റിലും വരാം, സബ്ജക്റ്റിലും വരാം. Okay, thank you sir. ഓക്കെ, യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം കൊടുക്കാം, രമ്യ സോ എ ട്രീ. അപ്പൊ അതിനകത്ത് രമ്യയും സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണ്. അതിനോടൊപ്പം തന്നെ ട്രീയും നൗൺ ഫ്രേസ് ആണ്. ആ ട്രീ എന്നുള്ളതിനെ വേണം ഒന്നുകൂടി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ട്രീ വിത്ത് ഫുൾ ഓഫ് മാംഗോസ്, വിത്ത് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് വരും. നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. പരീക്ഷയ്ക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. There will be only one answer, correct ആയിട്ട്. കൺഫ്യൂഷൻ വരുമ്പോഴാ സാർ പെട്ടെന്ന് പതറി പോവുക. Yes, don't worry. Yes, okay. Okay, ഷിജിന, very good. Don't worry, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു,
ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. നിങ്ങൾ ഒരു 25% എന്റെ കൂടെ സഹകരിച്ചാൽ, എന്റെ ഒപ്പം നിന്നാൽ ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾ ആരും നോക്കില്ല. അത് ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. എന്റെ ഉറപ്പുവരുന്നത് വേണ്ടത്. നമ്മളത് ഇപ്പൊ നമ്മൾ പറയുന്നത് മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അത് മനസ്സിലാക്കി അറിയാം. ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഇത് ഫോർ ദ നോളജ്. നമ്മളിപ്പോ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമ്മൾ കൃത്യം മനസ്സിലാക്കി പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ സ്റ്റഡി സംതിങ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ അവിടെ വെച്ച് വരുമ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. നമ്മൾ ചില കുട്ടികളില്ലേ, ആ പരീക്ഷയ്ക്ക് പറ്റുന്ന രീതിയിൽ ചില സംഗതി പറഞ്ഞു അത് കറക്റ്റ് ആയിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പരീക്ഷ നമുക്ക് ജയിച്ചെടുക്കാൻ പറ്റും. പരീക്ഷയെ ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് വന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് എന്താ പറഞ്ഞ ടെക്നിക്കറിനാന്തി പിന്നെ എക്സാമിന് ഫുള്ളായിക്കുള്ളൂ. എന്താണ് അതിന്റെ നമ്മ എടുക്കുന്ന സെന്റൻസിന്റെ ടെക്നിക്കറിനാ മതി, പിന്നെ കോമൺ ആയിട്ട് പോയിക്കോളൂ. അതെനിക്ക് ശരിക്കും പിടികിട്ടില്ല എന്താണ് ശരിക്കും പറഞ്ഞത്. അതെ, നമ്മ സബ്ജക്റ്റ് ആയാലും എന്തായാലും നോൺ ആയാലും എടുക്കുന്ന അതിന്റെ ടെക്നിക്ക് എന്ന് വെച്ചാല് അതിന്റെ രീതി മനസ്സിലാക്കിയാ മതിന്ന്. കോമൺ നോക്കിയോ? അങ്ങനെ ഉദ്ദേശിച്ചല്ലേ? അതാണ് പുള്ളി കിട്ടിയത്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ, എക്സാമിന് കൂടുതലും ഗ്രാമർ പോർഷൻ ആണോ വരുന്നേ? ഈ നമുക്ക് ഈ ലാസ്റ്റ് ഫൈനൽ എക്സാം ഉണ്ടല്ലോ, അത് കൂടുതലും ഗ്രാമർ പോർഷൻ ആണോ വരുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രാമറുകൾ ഇല്ലേ, പറയുന്ന കാര്യങ്ങൾ, ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് അത് പരീക്ഷയ്ക്ക് വരും. അതേപോലുള്ളത് മാത്രമേ പരീക്ഷയ്ക്ക് വരും. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ആയ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. ടെസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡീറ്റെയിൽ പറഞ്ഞു. നമ്മളിപ്പോ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, ചിലപ്പോ നമ്മളിപ്പോ ആര്യവർപ്പ് ഒരു 9 ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ 5 4 നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതാവും. യെസ്, ഇനി എന്താണ് ആൻസർ? അത് പേടിക്കണ്ട. ലാസ്റ്റ് ആവുമ്പോ ചോദ്യങ്ങളുടെ ഘടനയൊക്കെ ഞാൻ വേറെ പറയും. ഓക്കെ? ഇല്ല സാർ, എനിക്ക് 4 മാർക്കേ ഉള്ളൂ. ഞാനും അതിശയിച്ചു പോയി, കാരണം ഞാൻ അത്രയും കുറയുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. അതാ. അപ്പൊ എവിടെയാണ് ആൻസർക്ക് തെറ്റ് പറ്റിയത്? സാർ എനിക്ക് തെറ്റ് പറ്റി ഒന്ന് 2 ഇപ്പൊ ഡൗട്ട് ചോദിച്ച 2 പോർഷനിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അർസ് ചോദിച്ചാലും അനു ചോദിച്ചാലും ആ 2 എനിക്ക് തെറ്റായിരുന്നു. പിന്നെ വേറെ മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണ്? 2 മാർക്ക് പോയില്ലേ? 3ാമത്തെ മാർക്ക് പോയത് എവിടെയാണ്? സാർ എനിക്ക് തോന്നുന്നത് മറ്റേ രാഖി അതാണെന്ന് തോന്നുന്നു സാർ. ഞാൻ സാർ എനിക്ക് ക്വസ്റ്റ്യൻ ഓർമ്മ കിട്ടുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പറയാമോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്തെങ്കിലും പറയാം Sir, same proper noun ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർ noun ഫ്രം ദ ഫോളോവിങ് സെന്റൻസസ്. രാഖി ഈസ് എ ടോൾ ഗേൾ. ഓപ്ഷൻസ് രാഖി, ടോള്, ഗേള്. അതാ സാർ, അതും എനിക്ക് തെറ്റിപ്പോയി സാർ. നൗൺ കേസും സബ്ജക്റ്റും ഒബ്ജക്റ്റും നമ്മളുടെ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതൊരു തെറ്റായിട്ട് വിചാരിക്കുകയല്ല. നിങ്ങൾ അതിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് തെറ്റിച്ചത്. യെസ്, ഡോണ്ട് വറി. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഡോണ്ട് വറി, ബി ബോൾഡ്. യെസ്, നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ എവിടെയാണ് നമുക്ക് ടെക്നിക്കലായിട്ട് എറർ പറ്റുക നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. ഞാനിപ്പോ ആ കങ്കാരുവിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാന്ന് ചോദിച്ചിട്ട് വന്നത്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ. താങ്ക് യു സാർ. Thank you, sir. Sign out. Thank you, sir. Okay.